ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. താങ്ക് യു ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHയിലെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1693 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് മിസ്റ്റർ ഷാലു രാജനാണ്. ഷാലു രാജന്റെ ഈ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഷാലു രാജൻ നമുക്ക് ഇതിനകം ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കറാണ്. കൂടാതെ IFPHന്റെ സൂം സെക്ഷന്റെ വിദ്യാർത്ഥി വിഭാഗം സൂം സെക്ഷന്റെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഷാലു രാജൻ നല്ലൊരു ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഷാലു രാജനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം നമ്മെ നയിക്കുന്നതാര് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഷാലു രാജനെ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സോട്. ഓക്കെ, താങ്ക് യു മാഡം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, കാണാം. വിസിബിൾ അല്ലേ? കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ കഴിയും. ഓക്കെ. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം നയിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം. അതിൽ കൂടി തന്നെ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് നയിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനേയും മാറ്റുവാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട് എന്നുള്ളതാണ് അതിനുള്ള കാരണം. നമ്മുടെ മനസ്സിലെ ചിന്തകളെ നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അനുഭവിക്കുന്നതും നമ്മളാണ്. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെജോറിറ്റി ആളുകളും പറയുന്ന കാര്യമാണ്, മറ്റുള്ളവർ മൂലം എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവർ മൂലം എൻ്റെ മനസ്സ് വേദനിച്ചു, എൻ്റെ മനസ്സ് ദുഃഖത്തിലാണ്ടുപോയി, എൻ്റെ പേരൻസ് എന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കാഞ്ഞത് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയത് മൂലം എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല, എൻ്റെ ടീച്ചർ കുട്ടിക്കാലത്ത് എന്നെ കളിയാക്കിയത് കൊണ്ട് നിനക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിയില്ല എന്ന് അന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ മോശം തരത്തിൽ ജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഇന്ന് കൂടി വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്, അല്ലേ? അപ്പോ എന്താ പറയുക, മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, തകർച്ചകളാകട്ടെ, അതല്ലെങ്കിൽ നല്ല ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, നല്ല ബന്ധങ്ങളാകട്ടെ, ഇതെല്ലാം നാം ചിന്തകളിലൂടെ നേടിയെടുത്തതാണ്. ഒരു രോഗത്തെക്കുറിച്ച് നിരന്തരമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രോഗം നമ്മളിലേക്ക് വരുവാനുള്ള ചാൻസസ് കൂടുതലാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ദാരിദ്ര്യം നമ്മളിലേക്ക് വരുവാനുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം പ്രപഞ്ച നിയമം അനുസരിച്ച് നാം എന്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ, എന്തിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. രോഗത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ചിന്തകൾ ഒരു മനുഷ്യനെ രോഗിയാക്കുന്നു. അതുപോലെ ദാരിദ്ര്യമാകട്ടെ, തകർച്ചകളാകട്ടെ, ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ഇതെല്ലാം നിരന്തരമായിട്ടുള്ള ചിന്തകളിലൂടെയും ഫീലിങ്സിലൂടെയും നാം നമ്മളിലേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനായിട്ട് ഞാൻ ഇന്ന് ഒരു സംഭവ കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കഥാനായികയുടെ പേര് സുജാത എന്നാണ്. സുജാതയും 2 കുട്ടികളും അവരുടെ ഭർത്താവുമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ അവർ വളരെ വിഷമത്തോടു കൂടിയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിൽ എന്നും ദുഃഖമാണ്. കുട്ടികൾക്കാണെങ്കിൽ സമാധാനമില്ല, സുജാതയ്ക്കാണെങ്കിൽ സമാധാനമില്ല.
ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന്റെ മദ്യപാനമാണ്. 10, 25 വർഷമായിട്ട് അവരിങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്, ദുരിതമാണ്, ബന്ധങ്ങളിലെന്നും എന്താണ് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണമെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ. 10, 25 വർഷമായിട്ട് അവർ ഇങ്ങനെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ അവൾ തേടുകയാണ്. അതിനു വേണ്ടിയിട്ട് അവൾ ചെന്നെത്തുന്നത് ഒരു സന്യാസിയുടെ അടുക്കലാണ്. അപ്പൊ ആ സന്യാസിയോട് അവൾ ഈ 25 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പങ്കുവെക്കുന്നു. ആ സമയത്ത് ഈ സന്യാസി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം സന്യാസി അവളോട് പറയുകയാണ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, സുജാതെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നത്. എന്തിനേയും ക്രിയേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ എല്ലാം തന്നെ പരിഹരിക്കുവാനുമുള്ള കഴിവ് നമ്മളിൽ തന്നെയാണുള്ളത്. അപ്പോ ഇന്ന് വരെ നീ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് നിന്റെ ലൈഫിൽ നീ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിന്റെ ഹസ്ബൻഡിൽ നിന്നും ഒരു സ്നേഹം നീ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അദ്ദേഹത്തിന്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടിയിട്ട് നീ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അയാളെ വഴക്ക് പറഞ്ഞു നോക്കുന്നു. അയാളിൽ നിന്നും അടിയും എല്ലാം നീ ഏറ്റുവാങ്ങുന്നു. അയാളോട് ദേഷ്യം കാണിക്കുന്നു, അല്ലെ വിദ്വേഷം കാണിക്കുന്നു. ഇതെല്ലാം നിനക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നത്. പക്ഷേ നിനക്ക് ഇതുവരെ സ്വസ്ഥത എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. ഇന്നു മുതൽ ഞാൻ പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്തായാലും 25 വർഷമായിട്ട് നിനക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അങ്ങനെ സന്യാസി കുറച്ച് നിബന്ധനകൾ അവൾക്ക് കൊടുക്കുകയാണ്. അവളോട് ആദ്യം തന്നെ ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിനെ കാണുമ്പോൾ നിനക്ക് എന്ത് ചിന്തകളാണ് വരുന്നത്? അദ്ദേഹത്തെ കാണുമ്പോൾ എന്ത് ചിന്തകളാണ് നിനക്ക് വരുന്നത്? അപ്പോൾ സുജാത പറഞ്ഞു, എനിക്കെപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് വരുന്നത്. കാരണം നല്ലതായിട്ട് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ അദ്ദേഹം ജീവിതത്തിൽ സമ്മാനിച്ചിട്ടില്ല. പിന്നെ എന്ത് കാര്യങ്ങളാണ് ഞാൻ നല്ല രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? അപ്പൊ സന്യാസി പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിനക്ക് എന്ത് ഫീലിങ്സ് ആണ് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നാറുള്ളത്? നല്ലതൊന്നും അദ്ദേഹം ചെയ്യാത്തത് കൊണ്ട് എനിക്കെപ്പോഴും അദ്ദേഹത്തോട് ദേഷ്യമാണ്. എപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് വിദ്വേഷവും പകയും മാത്രമാണ്. അപ്പൊ സന്യാസി വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ നിന്റെ ചുറ്റുമുള്ളവരോട്, നിന്റെ ബന്ധുജനങ്ങളോട്, നിന്റെ നാട്ടുകാരോട് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാറുണ്ടോ? നല്ലത് ചെയ്തിട്ടല്ലേ നല്ലത് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം ചെയ്യുന്നതെല്ലാം തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും തെറ്റായ കാര്യങ്ങളാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്യാസി പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക. ഇത്രയും നാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിനക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതായത് നീ ആഗ്രഹിക്കുന്ന നല്ലൊരു ദാമ്പത്യ ജീവിതം നിനക്ക് ഇതുവരെയും കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഈ 3 നിബന്ധനകൾ നീ പാലിക്കുക. അതായത് നീ ഇനി എപ്പോഴും അയാളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും നല്ലത് ചിന്തിക്കുവാൻ നിനക്കിപ്പോൾ കഴിയുന്നുണ്ടോ? പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ സുജാത പറഞ്ഞു, നല്ലതൊന്നും തന്നെ എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. അദ്ദേഹം തെറ്റുകൾ മാത്രമല്ലേ ചെയ്യുന്നത്. പിന്നെ എനിക്ക് എങ്ങനെ നല്ലത് ചിന്തിക്കുവാൻ കഴിയും? അപ്പൊ സന്യാസി പറഞ്ഞു, നീ ഒന്നുകൂടെ ഒന്ന് കൂളാകൂ. നീ ഒന്ന് ശാന്തയാകൂ. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ സുജാത ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ, അദ്ദേഹം മദ്യപിക്കുമെങ്കിലും എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. അതായത് എല്ലാ ദിവസവും ജോലിക്ക് പോകും. എനിക്കും കുട്ടികൾക്കും വേണ്ടുന്ന ആഹാരവും മറ്റു സാധനങ്ങളും അവശ്യ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരും. ഈ 25 വർഷമായിട്ട് ഞാനോ കുഞ്ഞുങ്ങളോ ഇതുവരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ സന്യാസി പറഞ്ഞു, നിനക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയുന്ന, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിയുന്ന അദ്ദേഹത്തിലെ ഏറ്റവും നല്ലൊരു നന്മയല്ലേ നീ ഇപ്പോൾ പറഞ്ഞത്? നിനക്ക് അത് നല്ല രീതിയിലൊന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരമല്ലേ ഇപ്പോൾ നീ തന്നെ ചൂണ്ടിക്കാണിച്ചത്? ഇനിയും ഒന്ന് ഓർത്തു നോക്കൂ. ഇനി എന്തെങ്കിലും നല്ലത് നിനക്ക് അയാളെക്കുറിച്ച് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ? അവൾ വീണ്ടും ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം നോക്കാറുണ്ട്. കുട്ടികൾ പഠിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഫീസും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് അത് ചെയ്യാറുണ്ട്. കുട്ടികളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. ഓക്കെ. നല്ലൊരു ചിന്തയാണ്. നല്ലൊരു കാര്യമല്ലേ അദ്ദേഹം ചെയ്യുന്നത്. ശരിയാണ്. ഇനിയും ഒന്ന് ആലോചിച്ച് നോക്കൂ. വീണ്ടും സുജാത ആലോചിച്ച് നോക്കിയപ്പോൾ, എനിക്കൊരു പുരുഷൻ എന്റെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ധൈര്യമൊക്കെയാണ്. മനസ്സമാധാനത്തോടെ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നത് ഒരു പുരുഷൻ എന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. എന്ന് വേണ്ട,
ഒരുപാട് കാര്യങ്ങൾ സന്യാസി ഇങ്ങനെ ചോദിച്ചതിലൂടെ നന്ദി അർപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവൾ അവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോ സന്യാസി പറഞ്ഞു, ഇന്നലെ വരെ നീ ചിന്തിച്ച ചിന്തകൾ എല്ലാം ഒന്ന് മാറ്റുക. നിന്റെ മനസ്സിന്റെ മറ്റൊരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നീ അദ്ദേഹത്തിലുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹത്തോട് എന്താ പറയാ, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുവാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ നിബന്ധന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നിനക്ക് അദ്ദേഹത്തോട് ദേഷ്യമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തോട് വിദ്വേഷവും പകയും ഒക്കെ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യുക. ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യുക. നീ അദ്ദേഹത്തെ നല്ല രീതിയിൽ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ തന്നെ ആ സ്നേഹം നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരിക തന്നെ ചെയ്യും. അപ്പൊ ആ സ്നേഹം അദ്ദേഹത്തിന് കൊടുക്കുവാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് സ്നേഹിക്കുക. മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, നീ മറ്റുള്ളവരുമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു രീതിയിലും അദ്ദേഹത്തിന് പരിക്ക് പറ്റാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അദ്ദേഹത്തിന്റെ മദ്യപാനത്തെക്കുറിച്ചും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നിന്നോട് സംസാരിക്കും. അപ്പോഴൊക്കെ നീ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് അവളോട് നിർദ്ദേശിച്ചു. അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും സുജാത മോളി കേട്ടു. കാരണം 10, 25 വർഷമായിട്ട് ഒരു സമാധാനവും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നടക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അവൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും സന്യാസി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. എന്തായാലും ഈ നിബന്ധനകളൊക്കെ നമ്മുടെ സുജാത അംഗീകരിച്ചു. അത് അംഗീകരിച്ചതിന് ശേഷം നമ്മുടെ സന്യാസി ഒരു മോതിരം എടുത്ത് മന്ത്രമൊക്കെ ജപിച്ച് അവളുടെ കയ്യിൽ അണിഞ്ഞു കൊടുത്തു. അവളുടെ കയ്യിൽ അണിഞ്ഞു കൊടുത്തതിന് ശേഷം സന്യാസി പറയുകയാണ്, 3 നിബന്ധനകൾ നീ എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനിപ്പോൾ ഈ മോതിരം മന്ത്രം ജപിച്ച് നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. അതായത് ഒരു മാന്ത്രിക മോതിരമാണ്. നീ ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൈകളിൽ അണിഞ്ഞതിന് ശേഷം രാവിലെയും വൈകിട്ടും അതിൽ ഇങ്ങനെ തടവിക്കൊണ്ട് ഒന്ന് ഉരസിക്കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഭഗവാനോട് പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ അദ്ദേഹം എങ്ങനെ ട്രീറ്റ് ചെയ്യണമോ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒന്നുണ്ടല്ലോ, അത് നിനക്ക് കിട്ടുന്നതായിട്ട്, അതായത് നിന്നെ അദ്ദേഹം മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നതായിട്ട് നീ നല്ല രീതിയിൽ ഭാവനയിൽ കാണുക. നിന്റെ മനസ്സുകൊണ്ട് നീ ഭാവനയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അതായത് നിന്നെ നല്ല രീതിയിൽ നോക്കുന്നു, നിന്റെ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്നു, നല്ല രീതിയിൽ എന്താ പറയുക, നിങ്ങളെ സെർവ് ചെയ്യുന്നു, ആഹ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ലിവിംഗ് റൂമിലിരുന്ന് എന്താ പറയാ, തമാശകൾ പറയുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു, ഒരുമിച്ച് നല്ല നല്ല യാത്രകൾ ചെയ്യുന്നു, തീർത്ഥാടന യാത്രകൾ ചെയ്യുന്നു, ബന്ധുവീട്ടിലേക്ക് പോകുന്നു. നിങ്ങളെ ഒരുമിച്ച് കണ്ടുകൊണ്ട് നിന്റെ മനസ്സിൽ നല്ല രീതിയിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഭാവനയിൽ കണ്ടുകൊണ്ടേയിരിക്കുക. നിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് സന്യാസി അവിടെ നിന്ന് പറയുകയുണ്ടായി. അങ്ങനെ അതിൽ കൂടി എന്തായാലും നമ്മുടെ സുജാതയ്ക്ക് എന്താ പറയാ, വലിയ സന്തോഷമായി. സന്യാസി ഒരു മന്ത്രമോതിരമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഈ മന്ത്രമോതിരം അണിയുന്നത് മുതൽ എന്റെ ജീവിതം മാറാൻ പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ സുജാത എങ്ങോട്ട് പോയി? സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് മുതൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അവൾ ചിന്തിക്കുവാൻ തുടങ്ങി. അദ്ദേഹം അവൾക്ക് ചെയ്തു കൊടുക്കുന്ന നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്മയുള്ള കാര്യങ്ങളുണ്ട്. നന്ദി അർപ്പിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഓർക്കുവാൻ തുടങ്ങി. ഒപ്പം തന്നെ അത് ഓർക്കുമ്പോൾ തന്നെ അവളിൽ ആ രണ്ടാമത്തെ നിബന്ധന, അതായത് അദ്ദേഹത്തോടുള്ള ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറി, പകയൊക്കെ അങ്ങോട്ട് മാറി, വിദ്വേഷമൊക്കെ അങ്ങോട്ട് മാറി, അവളിൽ ആ സ്നേഹം അങ്ങോട്ട് വരാൻ തുടങ്ങി. അദ്ദേഹത്തെ അവൾ നല്ല രീതിയിൽ അങ്ങോട്ട് സ്നേഹിക്കുവാൻ തുടങ്ങി. മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, ആരോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റാത്ത രീതിയിൽ സംസാരിക്കുക. അദ്ദേഹം വളരെ കെയറിങ് ആണ്. അവൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവളുടെ കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ മറ്റുള്ളവരോട് പറയണമെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്നത്തെ ദിവസവും അയൽപക്കത്തെ ചേച്ചിമാരൊക്കെ അടുത്തുകൂടി ഇന്നലത്തെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ ചോദിച്ചു. ഇന്നലത്തെ പ്രശ്നം എന്തായിരുന്നു? ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? എത്ര അടി കിട്ടി? എത്ര തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു? ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിക്കാൻ തുടങ്ങി. എന്തായാലും അവരുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ സുജാത എന്ത് പറഞ്ഞു? "ഞാനിപ്പോ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞു." ഇങ്ങനെ സുജാത പറയുകയുണ്ടായി. അപ്പൊ എന്തായാലും മറ്റുള്ളവരൊക്കെ എന്തായാലും അവളിൽ നിന്ന് കിട്ടേണ്ട കാര്യം കിട്ടാത്തത് കൊണ്ട് തന്നെ വളരെ നിരാശരായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അന്ന് വൈകുന്നേരമുണ്ട് നമ്മുടെ കഥാനായകൻ തന്റെ വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. സുജാത എന്തെങ്കിലും ഒരു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും തുടങ്ങി വെക്കാൻ കഴിയുകയുള്ളൂ. 10-25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. അത് പ്രതീക്ഷിച്ച് നമ്മുടെ കഥാനായകൻ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്തായാലും പതിവിന് വിപരീതമായിട്ട് നമ്മുടെ സുജാത ഇവിടെ സിറ്റൗട്ടിൽ വന്ന് നിന്നു. അദ്ദേഹത്തെ കണ്ടുവന്ന് പുഞ്ചിരിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം ഞെട്ടിത്തരിച്ചു പോയി. ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതായത് അയാളെ സ്നേഹത്തോടെ നോക്കി അവൾ പുഞ്ചിരിച്ചു. അതിനുശേഷം അവൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അയാളെ ഒന്ന് ഹഗ് ചെയ്തു. അയാൾ ആകെ ഞെട്ടിപ്പോയി. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾക്ക് അയാൾ എന്താണ് നടക്കുന്നത്, സ്വപ്നമാണോ റിയാലിറ്റി ആണോ എന്നറിയാതെ അയാൾ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അവൾ അയാളോട് എന്താ പറയാ, അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ, ജോലി എങ്ങനെ ഉണ്ടായിരുന്നു, ജോലിയുടെ വിശേഷങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്തായാലും അന്ന് മദ്യപാനത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒരു ഡിസ്കഷനും അവിടെ നടന്നില്ല. എന്തായാലും സുജാതയും മക്കളും ഭർത്താവും നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ആ ദിവസം ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. പിറ്റേ ദിവസം മുതൽ സുജാത അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്താണ്, സന്യാസി കൊടുത്ത മോതിരം അതെടുത്ത് കയ്യിൽ അണിഞ്ഞതിന് ശേഷം അവൾക്ക് വേണ്ടുന്ന ജീവിതത്തെക്കുറിച്ച് അവളിങ്ങനെ സ്വപ്നം കാണുവാൻ തുടങ്ങി. ഭാവനാത്മകമായിട്ട് അവൾ അദ്ദേഹം എങ്ങനെ അവളോട് പെരുമാറണമോ, എങ്ങനെയുള്ള ഒരു കുടുംബ ബന്ധമാണോ അവൾക്ക് വേണ്ടത്, അത് അവൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് അവളും അവളുടെ കുട്ടികളും ഭർത്താവുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും, നേരത്തെ സന്യാസി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും, ലിവിംഗ് റൂമിലിരുന്ന് സംസാരിക്കുന്നതും, കുശലം പറയുന്നതും, നല്ല രീതിയിലുള്ള യാത്രകൾ ചെയ്യുന്നതും, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. എന്തായാലും രാവിലെയും വൈകുന്നേരവും ഇത് നിരന്തരമായിട്ട് അവളിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് അവളുടെ ചിന്തകൾ മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ അവളുടെ മനസ്സിന്റെ ഇമോഷൻസ് അങ്ങോട്ട് മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റുള്ളവരോട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിൽ അവൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മൊത്തത്തിൽ അവളുടെ കാഴ്ചപ്പാട് തന്നെ മാറാൻ തുടങ്ങി. എന്ന് കരുതി ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ മദ്യപാനം അവിടെ മാറുകയുണ്ടായില്ല. കുറേ ദിവസങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മദ്യപാനത്തിൽ ഒട്ടും മാറ്റമില്ല. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനോ അതുമായി ബന്ധപ്പെട്ട ദേഷ്യമോ അതുമായി ബന്ധപ്പെട്ട എന്താ പറയാ, പൂരപ്പാട്ടുകളോ അല്ലെങ്കിൽ മർദ്ദനങ്ങളോ അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം അവളുടെ സുജാതയുടെ മനസ്സിന്റെ രീതി അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ചിന്തകൾ, അവളുടെ ഇമോഷൻസ് അവൾ ഇതുവരെ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവൾ കാണുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് അയാളിലെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആളുകളിലെ തിന്മകളെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരിലുള്ള എല്ലാവരിലെയും നന്മകളെ അവൾക്ക് കാണുവാൻ കഴിഞ്ഞു. അതാണ് അവിടെ സംഭവിക്കുകയുണ്ടായത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ പിന്നിട്ട് പോയി. പെട്ടെന്ന് അദ്ദേഹത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണ്. ആ മനുഷ്യൻ ഒരു ദിവസം മദ്യക്കുപ്പി മുൻപിൽ വെച്ചുകൊണ്ട് മദ്യം സേവിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി കുറെ ചിന്തകൾ കടന്നുപോയി. കുറെ നാളുകളായിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. പക്ഷെ എനിക്കത് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ എന്നും ഈ കാണിക്കുന്നത് എന്താണ്? എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുകയാണ്. എന്തിന് ഞാൻ ഇനി ഇത് കുടിക്കണം? ഇത് കുടിച്ചതുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ ഭാര്യയെയും മക്കളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. അവിടെ ഇരുന്ന മദ്യക്കുപ്പി എടുത്ത് പൊട്ടിച്ചു കളഞ്ഞിട്ട് അദ്ദേഹം തിരികെ വീട്ടിൽ വന്നു. എന്തായാലും സുജാതയ്ക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. അവർ ഇന്ന് വളരെ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിച്ചു പോകുന്നു. ഭർത്താവുമായിട്ടും മക്കളുമായിട്ടും വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഫ്രണ്ട്സ്, ഇതൊരു നടന്ന കഥ തന്നെയാണ്. ഈ നടന്ന കഥയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്. ഈ രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം മാറുന്നുണ്ടോ, ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മാറുന്നു, നമുക്ക് ചുറ്റുമുള്ള ലോകം മാറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഒരു ശക്തിയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് പവർ. സത്യത്തിൽ ഈ മോതിരത്തിന് എന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നോ? ഒരു ശക്തിയുമില്ലായിരുന്നു. മോതിരത്തിന് ഒരു ശക്തിയുമില്ലായിരുന്നു. സന്യാസിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. എന്താ പറയുക, അവളുടെ ജീവിതം മാറ്റിമറിക്കേണ്ട, നമ്മുടെ സുജാതയുടെ ജീവിതം മാറ്റിമറിക്കേണ്ട കാര്യങ്ങൾ അവളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനുള്ള ശക്തി അവളിലുണ്ട്, നമ്മളിലുണ്ട്, എല്ലാവരിലുമുണ്ട്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരിലുമുണ്ട്. ആ വലിയൊരു സത്യം നമ്മുടെ സന്യാസിക്ക് അറിയാം.
പക്ഷെ ഇത് നേരെ അവരോട് പറയുകയാണെങ്കിൽ വളരെ ഡെസ്പായിട്ടിരിക്കുകയാണ്, വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നിന്നിൽ ആ ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ഒരു ടൂൾ അവിടെ കൊടുക്കുകയാണ്. എന്താണ്? ഈ മോതിരത്തിന് ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട്. പക്ഷേ ഈ മോതിരം അണിയുമ്പോൾ 3 നിബന്ധനകൾ പാലിക്കണം. എന്താണ്? മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് സംസാരിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു ഫീലിംഗ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ ഫീലിംഗ്സ് എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മനസ്സിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് ഫീലിംഗ്സ് ആണ്. ഭാവനയാണ്. ഭാവനയിൽ കാണുക എന്ന് പറയും. ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അവൾക്ക് വേണ്ടുന്ന ഒരു ലൈഫ് അവൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ അവൾ അവിടെ കൊടുക്കുകയാണ്. സന്യാസി കൊടുക്കുകയാണ്. അതാണ് ആ മോതിരം എന്ന് പറയുന്നത്. ശക്തി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുജാതയുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ആ ശക്തിയെ അവൾ അറിയാതെ തന്നെ ഒരു മോതിരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മറവാക്കി ഉപയോഗിക്കുവാൻ തുടങ്ങി. അതിന്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം അവൾ പുതുതായിട്ട് നിർമ്മിക്കുവാൻ തുടങ്ങി. 25 വർഷമായിട്ട് അവൾ ജീവിച്ച ജീവിതവും 25 വർഷത്തിന് ശേഷം ജീവിച്ച ജീവിതവും അവൾ തന്നെ സൃഷ്ടിച്ചതാണ്. ഇതാണ് മനസ്സിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ശക്തിയുള്ളത്. ആ ശക്തിയെ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയും. നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ്. അല്ലേ? ഈ വൈദ്യുതിയെ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയും. ഈ ലോകത്തെ മുഴുവൻ പ്രകാശം പരത്തുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതിയെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ ചുട്ട് ചാമ്പലാക്കുവാൻ വേണ്ടിയും നമുക്ക് വൈദ്യുതിയെ ഉപയോഗിക്കുവാൻ കഴിയും. അപ്പോ ഈ ഒരു ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവം, സാത്താൻ. ഈ 2 രീതിയിൽ 2 വ്യക്തികളായിട്ട് നമ്മൾ തരംതിരിച്ച് നിർത്താറുണ്ട്. നന്മ എന്ന് പറയുമ്പോൾ ദൈവം, തിന്മ എന്ന് പറയുമ്പോൾ സാത്താൻ. എന്നാൽ ഈ നന്മയും തിന്മയും എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെയാണ്. അല്ലേ? അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുക. ദേഷ്യം, സങ്കടം, നിരാശ ഇതൊക്കെ വരുന്ന സമയത്ത് നെഗറ്റീവ് എനർജിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എന്നാൽ എന്തെങ്കിലും വലിയൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് സമ്പത്ത് വരുമ്പോഴോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോഴോ, പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹം എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴോ, നമുക്ക് എന്തെന്നില്ലാത്തൊരു സ്നേഹവും സന്തോഷവും ഒക്കെ അങ്ങോട്ട് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ 2 കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശക്തിയിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രോഗങ്ങളും ദാരിദ്ര്യവും പ്രശ്നങ്ങളും മനുഷ്യർ സ്വയം വിളിച്ചു വരുത്തുന്നതാണ്. അതിനെപ്പറ്റി നിരന്തരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നല്ല ആരോഗ്യത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിയണം. നല്ല ആരോഗ്യം നമ്മൾക്കുണ്ടാകും. സമ്പത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അനവധി സമ്പത്ത് നമ്മിലേക്ക് വന്നു ചേരും. നല്ല ബന്ധങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ഇപ്പൊ നമുക്കറിയാം ഇപ്പോ ആഹ് നമ്മുടെ പരിചയത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എവിടെയായിരിക്കും ഇരിക്കുക? ഈ കൂട്ടത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? മദ്യപിക്കുന്ന ആളുകളുടെ ഒരു സദസ്സിലാണ് അദ്ദേഹം എന്ന് നമുക്ക് ഒട്ടും സംശയമില്ലാതെ പറയുവാൻ കഴിയും. കാരണം ഈ ഒരു സമയത്ത് രാത്രി 6 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞാൽ അദ്ദേഹം മദ്യപാനികളുടേതായിട്ടുള്ള ഒരു സദസ്സിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ തന്നെയായിരിക്കും. ആരാണ് ആ വ്യക്തികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്? അല്ലെങ്കിൽ ആരാണ് ആ മദ്യം അദ്ദേഹത്തിന് മുമ്പിൽ വിളമ്പിയത്? ആ വിളമ്പിയ ആൾക്കാരാണോ പ്രശ്നം? അതോ അത് വേണോ വേണ്ടയോ എന്ന് ഒരു ചോയ്സ് അല്ലേ? അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച ആ വ്യക്തിയാണോ അദ്ദേഹത്തിന്റെ ജീവിതം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അദ്ദേഹം തന്നെയാണ്. എന്ത് സ്വീകരിക്കണം, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടണം എന്ന് തീരുമാനിക്കുന്ന മറ്റുള്ളവരുടെ ചോയ്സ് ആണ്. അല്ലേ? എന്നാൽ എന്ത് സ്വീകരിക്കണം എന്ന് ഉള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അല്ലേ? അപ്പൊ നല്ല ആരോഗ്യത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാകും. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗങ്ങളും ദാരിദ്ര്യവും പ്രശ്നങ്ങളും മനുഷ്യർ സ്വയം വിളിച്ചു വരുത്തുന്നതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വൈറൽ ഫീവർ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പേടിച്ച് മരിക്കുന്ന ആളുകളുണ്ട്. അല്ലേ? അയ്യോ! ആ രോഗം എനിക്ക് വരും. ഉറപ്പാണ്. ആ രോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ചൂട് ആ വ്യക്തിക്ക് വരുന്നു. എന്തെന്നില്ലാത്തൊരു ജലദോഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ദേഹം വിറച്ചു തുടങ്ങുന്നു. ഡോക്ടേഴ്സ് ആയിട്ടുള്ള നിങ്ങളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും. പല രോഗികളെ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യം, ഇപ്പൊ ഹോമിയോപ്പതിക് ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രോഗങ്ങളും ദാരിദ്ര്യവും പ്രശ്നങ്ങളും എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫ്രണ്ട്സ്, ഇന്നലെ ഈസ്റ്റർ ആയിരുന്നു.
ഈസ്റ്ററിന്റെ മഹത്തായ ഒരു സന്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറുക. ആളുകൾ നിങ്ങൾക്ക് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവർക്കായി ചെയ്യുക. ജീസസ് ജനങ്ങൾക്ക് പകർന്നു നൽകിയ ഒരു സന്ദേശമാണ്. ഇപ്പോൾ നമ്മുടെ ഉദാഹരണം സുജാത അല്ലെ? സുജാതയിലൂടെ നമ്മൾ കണ്ടത് ഇതാണ്. അദ്ദേഹം ഭർത്താവ് നല്ല രീതിയിൽ എന്നോട് പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ 25 വർഷമായിട്ട് ഇത് ആഗ്രഹിച്ചിട്ടും അവൾക്കത് കിട്ടിയിട്ടില്ല. കാരണം മനസ്സിനെ അവൾ വേറൊരു തലത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അവൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവളിങ്ങനെ നിരന്തരമായിട്ട് ചിന്തിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് അത് കിട്ടാതെ വന്നപ്പോ അവൾക്ക് അദ്ദേഹത്തോട് ദേഷ്യമായി. അല്ലെ? അവൾക്ക് അദ്ദേഹത്തോട് പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ അങ്ങോട്ട് നിറഞ്ഞു പൊന്തുവാൻ തുടങ്ങി. പക്ഷേ ആ ഒരു സ്വാമിജിയെ അല്ലെങ്കിൽ ആ ഒരു സന്യാസിയെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ആ ഒരു ശക്തിയെ വേറൊരു തലത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് അവൾ പഠിച്ചു. അദ്ദേഹം എന്താണോ അല്ലെ അദ്ദേഹം ഏത് രീതിയിലാണോ അവളോട് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ അവളെ ട്രീറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ അവൾ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെ? അദ്ദേഹം ചെയ്തു തരണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അവൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു തുടങ്ങി. അവിടെയാണ് അവളുടെ ജീവിതം അവൾക്ക് മാറ്റിമറിക്കുവാൻ കഴിഞ്ഞത്. അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അവൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് ഇപ്പൊ ഈസ്റ്ററിന്റെ ഒരു സന്ദേശമായിട്ട് നമുക്കും പകർന്നു നൽകുവാനുള്ള ഒരു കാര്യം. ഈ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയണം. നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുന്നതിലൂടെ. നമ്മുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ നമ്മൾ ആഹ് നിയന്ത്രിക്കുന്നതിലൂടെ, അല്ലെ? മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ. ചിലരാണ് ഈ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ ധാരാളമായിട്ട് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെ? അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒന്നുമില്ലെങ്കിൽ വെറുതെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചുമ്മാ പറയുക എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ്. അല്ലെ? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബന്ധങ്ങളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനനുസരിച്ചിട്ടുള്ള തരംഗങ്ങളെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള വസ്തുക്കൾ, അതിനനുസരിച്ചിട്ടുള്ള വ്യക്തികൾ, അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ആഹ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ രീതിയും അതുതന്നെയാണ്. നീ എന്താഗ്രഹിക്കുന്നുവോ അത് തന്നെ നിനക്ക് ഭവിക്കട്ടെ. അത് തന്നെയാണ് മഹാന്മാർ പോലും നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിൽ 1, 2 കേസസ് കൂടി ഞാന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഒരു പെൺകുട്ടി ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്കെത്തി. അവിടെ എത്തിയതിന് ശേഷം അവളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ്. മാനസികമായിട്ട് പ്രശ്നങ്ങൾ. ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി. അങ്ങനെ എന്തായാലും ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവൾ തുറന്നു പറയുന്നില്ല. കാരണം ഈ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. മനുഷ്യന്റെ ആ ഈഗോ ഉള്ളിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് പറയാനായിട്ട് സമ്മതിക്കുകയില്ല. ഞാനെന്തായാലും ഹോമിയോപ്പതിക് സിസ്റ്റത്തിലുള്ള ഒരു വ്യക്തിയോട് തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, കുറെ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, ഈ കുട്ടി വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം വീട്ടിലാണെങ്കില് ഇനിയിപ്പോ കിച്ചൺ മുതൽ ഇനി വാഷ്റൂം വരെ എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും പുലർത്തുന്ന ഒരു വ്യക്തി, ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഒരു ഫ്ലോർ ബേസ് എവിടെയെങ്കിലും ഒന്ന് മാറി ഇരുന്ന് കഴിഞ്ഞാൽ പോലും അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ്. അച്ഛനോടും അമ്മയോടും ഒക്കെ കേറി തർക്കിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത്രയും ചിട്ടയിൽ കൂടി വളർന്നു വന്ന വ്യക്തിയാണ്. അപ്പൊ പെട്ടെന്ന് ഭർത്താവിന്റെ ഗൃഹത്തിലേക്ക് വന്നപ്പോ അവിടെയാണെങ്കിൽ അത്ര വലിയ അടുക്കും ചിട്ടയൊന്നുമില്ല. അടുക്കളയിലാണെങ്കില് കഴിച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ വാരി വിതറിയിട്ടേക്കുന്നു. ഈ വാഷ്റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പായൽ പിടിച്ചിരിക്കുന്നു. മലിനജലം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. എത്ര വൃത്തിയായി കഴിഞ്ഞാലും അതിന്റെ അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അതിലൂടെ അവൾക്ക് ഉണ്ടായ ആരോഗ്യ പ്രശ്നത്തിൽ ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. അല്ലേ? ഇപ്പം ഡോക്ടേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തായിരിക്കും ആ കുട്ടിയുടെ പ്രശ്നമെന്ന്. എന്തായാലും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പൊ നമ്മൾ ഈ കതിരിൽ കൊണ്ടുപോയി വളം വെക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതിൽ കാര്യമില്ല. പെട്ടെന്നൊരു ട്രീറ്റ്മെന്റിലൂടെ നമുക്കിതൊന്നും പരിഹരിക്കാൻ കഴിയില്ല. താൽക്കാലികമായിട്ടുള്ള ശമനമുണ്ടാകും. പക്ഷേ എന്തായാലും ഹോമിയോപ്പതിക് സിസ്റ്റത്തിലൂടെ തന്നെയാണ് അത് ക്യൂർ ചെയ്യാൻ കഴിഞ്ഞത്. ക്യൂർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ നിൽക്കുമ്പോഴാണ് പ്രശ്നം. സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ കോൺസ്റ്റിപ്പേഷനും ഇല്ല, മറ്റു ഒരു പ്രശ്നങ്ങളും ഇല്ല. കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോ അവളുടെ ഉള്ളിൽ കിടന്ന ആ ഒരു കാര്യം, അതായത് മനസ്സൊരു ഗട്ടറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അത് ഹൈജീനിക് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഗട്ടറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവൾക്ക് എന്തെന്നില്ലാത്ത മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലേക്ക് അവൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള പരിഹാരം അതിൽ കൂടി തന്നെ നമുക്ക് ഹോമിയോപ്പതിക് സിസ്റ്റത്തിൽ കൂടി തന്നെ അത് പരിഹരിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു.
ഇവിടെ ഭർത്താവിന്റെ ഗൃഹത്തിൽ വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ കാലിന്റെ ഈ പാദത്തിനടിയിലെ വെള്ളഭാഗമൊക്കെ ഇങ്ങനെ ചൊള്ളി അടരുന്ന പോലെ, അതുപോലെ തന്നെ ഈ വിരലിന്റെ ഭാഗം, അതുപോലെ തന്നെ കാൽപാദത്തിന് മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഇളകി മാറുന്ന പോലെ, സ്കിൻ ഇളകി പോകുന്നത് പോലെ. അപ്പൊ അതും ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എത്തപ്പെടുകയുണ്ടായി. അതിനു മുൻപ് തേക്കാവുന്ന എത്രയോ ക്രീമുകൾ, പരസ്യങ്ങളിൽ കാണുന്ന ക്രീമുകളൊക്കെ വാങ്ങി തേക്കാൻ തുടങ്ങി. ക്രീമുകളൊക്കെ വാങ്ങി തേച്ചതിന്റെ ചെറിയ ചെറിയ ഫലങ്ങൾ ഉണ്ടായി. ഫലങ്ങൾ ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല, ഉണ്ടായി. പക്ഷേ ജീവിതകാലം മുഴുവൻ ഈ ക്രീമും കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ, ക്രീമും പോക്കറ്റിലിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. ഒരു ദിവസം അത് പുരട്ടിയില്ല എങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാലിന്റെ പൂറ്റി ഇങ്ങനെ എന്താ പറയാ, മുറിഞ്ഞ് മാറുക, വെടിച്ചു കയറുക എന്ന് പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഞാനത് പിന്നീടത് മനസ്സിലാക്കി. ഒരു ഹോമിയോപ്പതിക് ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്ന വേറൊരു സംഭവമുണ്ട്. മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നിൽക്കുന്ന ഇടം എന്താ പറയാ, ചവിട്ടി നിൽക്കുന്നതിനോട് യോജിപ്പില്ല. അതായത് തീക്കുണ്ടത്തിൽ നിൽക്കുക എന്ന് പറയാം. ആ ഒരു അവസ്ഥയിലാണ് ആ കുട്ടി അവിടെ ജീവിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത്, നമ്മൾ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മനസ്സൊരു ഗട്ടറിലേക്ക് കൊണ്ടെത്തിയിരിക്കുകയാണ്. അതായത് മനസ്സൊരു സൊല്യൂഷൻ കാണുകയാണ്. അതായത് ഉള്ളിലുണ്ടാകുന്ന പ്രശ്നം, ആന്തരികമായിട്ടുള്ള പ്രശ്നത്തെ എക്സ്റ്റേണലി അത് മനസ്സ് എന്താ പറയുക, അത് കാണിക്കുകയാണ്, ഷോ ഓഫ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഒരു പ്രശ്നമാക്കി മാറ്റുകയാണ്. അപ്പൊ അതിന് സംഭവിച്ചൊരു കാര്യം, ആ കുട്ടിയുടെ കാല് മുഴുവൻ ഇങ്ങനെ ചുള്ളി അടരുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും നല്ല രീതിയിൽ അത് ട്രീറ്റ്മെന്റ് എടുത്തു. ഇപ്പൊ ഹോമിയോപ്പതി ഡോക്ടറിനെ തന്നെ കണ്ടത്, ട്രീറ്റ്മെന്റ് എടുത്തു. അതിൻ്റെതായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ആ കുട്ടിയിൽ കാണുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്, അല്ലേ? നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ രോഗങ്ങളാകട്ടെ, ഇതുപോലെയുള്ള കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നിർമ്മിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ മഹത്തായിട്ടുള്ള ഒരു കോട്ടുണ്ട്. അതായത് ഒരു മനുഷ്യ ജീവി എന്ന നിലയിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ പ്രപഞ്ചം എപ്പോഴും സൗഹാർദ്ദപരമായിട്ടാണോ നിലനിൽക്കുന്നത്? ഒരു മനുഷ്യജീവി എന്ന നിലയിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ പ്രപഞ്ചം എപ്പോഴും നമ്മളോട് സൗഹാർദ്ദപരമായിട്ടാണോ നിൽക്കുന്നത്? അതൊരു ഡോക്ടർ ആകട്ടെ, ഒരു എഞ്ചിനീയർ ആകട്ടെ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആകട്ടെ, ആരുമാകട്ടെ, ഒരു വിദ്യാർത്ഥിയാകട്ടെ, എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പ്രപഞ്ചം എനിക്ക് എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രപഞ്ചം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും നമുക്ക് നന്ദി അർപ്പിക്കുവാനുള്ള കാര്യങ്ങളാണോ ഉള്ളത്, അതോ പ്രശ്നങ്ങൾ മാത്രമാണോ ഈ ലോകത്തുള്ളത്? പലപ്പോഴും പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അതായത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പത്രം എടുത്തൊന്ന് നോക്കണ്ട, അല്ലെങ്കിൽ TV ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ട. എങ്ങും കൊല്ലും കൊലയും ദുഃഖവും ദുരിതവും റേപ്പും മോഷണവും ഇത് മാത്രമേ കാണാനുള്ളൂ. മനുഷ്യ, നിന്നോട് ആരെങ്കിലും പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഈ പത്രം എടുത്ത് വായിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ? അല്ല, അവനവൻ തെരഞ്ഞെടുക്കുന്നതാണ്. ആ പത്രം അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നീ നിന്റെ ഗാർഡനിലേക്ക് ഇറങ്ങിയ ഗാർഡനിലുള്ള വൃക്ഷങ്ങളെ ഒന്ന് കണ്ടു നോക്കൂ, അല്ലെങ്കിൽ ആ പൂക്കളെ ഒന്ന് കണ്ടു നോക്കൂ, അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളമൊക്കെ ഒന്ന് നനച്ചു നോക്കൂ. അല്ലെങ്കിൽ നിന്റെ വസ്തുവകകളിലേക്ക്, തൊടിയിലേക്ക് ഇറങ്ങി അവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചു നോക്കൂ. അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്ന് നടന്നു നോക്കൂ നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. എത്രയോ നല്ല കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു മണിക്കൂറിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അത് നമ്മുടെ മനസ്സിനെ ഏത് രീതിയിലായിരിക്കും നയിക്കുന്നത്? അതിന് പകരം നമ്മളിപ്പോൾ ചാനൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് രാവിലെ നമ്മുടെ ഉള്ളിലേക്ക് ഡംപ് ചെയ്യുന്നത് എന്താണ്? മലിനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. എങ്ങും പ്രശ്നങ്ങളാണ്. കാണുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. സൊസൈറ്റിയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ലോകത്തേക്ക് നോക്കുമ്പോൾ മൊത്തം പ്രശ്നങ്ങളാണ്. അത് മാത്രമാണ് മാധ്യമങ്ങൾ നമ്മളിലേക്ക് കൊണ്ടിട്ട് തരുന്നത്. കാരണം നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റി അനുസരിച്ച് നെഗറ്റീവായ കാര്യങ്ങളെ കൂടുതൽ നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി കാണും. അതിനു വേണ്ടിയിട്ട് ചാനലുകളാകെ അല്ലെ പത്രങ്ങളാകെ ഇത് തന്നെയാണ് നമ്മളിലേക്ക് ഡംപ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. അല്ലേ? അവരെന്ത് നമ്മളിലേക്ക് കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാലും അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മാത്രം കടമയാണ്. അല്ലേ? അതിലൂടെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതം ആരാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ നിയമമാണ് മാറ്റം എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിലും പ്രപഞ്ചം നമ്മളെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ പോലും ആ മാറ്റത്തിന്റെ ഭാഗമാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് കൊറോണയ്ക്ക് മുൻപും ശേഷവും എന്നുള്ളതാണ്. അല്ലേ?
അപ്പം കൊറോണയ്ക്ക് മുൻപ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ നിന്നൊരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നെഗറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണെങ്കിൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അന്നൊരു മീറ്റിംഗ് അല്ലെ? ഒരു 4, 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു ഹാള് ബുക്ക് ചെയ്യുക അല്ലെ? അവിടെ എന്താ പറയാ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അവിടേക്ക് യാത്ര ചെയ്ത് പോവുക. വെയില് കൊള്ളണം, മഴ കൊള്ളണം, കറക്റ്റ് സമയത്ത് അവിടെ എത്തണം. ഇനിയിപ്പോ വിളിച്ച ആളുകളൊക്കെ വരുമോ എന്നുള്ള സംശയം. ഇനിയിപ്പോ ഫുഡൊക്കെ തികയുമോ എന്നുള്ള സംശയം. വിളിച്ച ഗസ്റ്റുകൾ വരുമോ എന്നുള്ള സംശയം. എന്തായാലും കൊറോണയോടനുബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പൊ ഈ ഒരു IFPH തന്നെ തുടങ്ങിയത് കൊറോണയോടനുബന്ധിച്ചിട്ടാണ് അല്ലേ? അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ മീറ്റിങ്ങുകളിലെല്ലാം ഇപ്പോ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയുണ്ടായി. എത്രയോ ഉദ്ഘാടന കർമ്മങ്ങൾ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്നു. എത്രയോ സെലിബ്രേഷൻസ് നടക്കുന്നു. നമ്മുടെ IFPHന്റെ തന്നെ എത്രയോ എത്രയോ സെലിബ്രേഷൻസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. എത്രയോ ഗസ്റ്റുകളാണ് അല്ലെ? നമ്മൾ കാണാൻ കൊതിച്ചിട്ടുള്ള എത്രയോ ഗസ്റ്റുകളാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളെല്ലാം ആ മാറ്റത്തിന്റെ ഒരു ഭാഗമാകേണ്ടി വന്നു. കൊറോണയ്ക്ക് മുൻപ് കൊറോണയുടെ ഇടയിലാണെന്ന് തോന്നുന്നു ഒരു കുട്ടി എനിക്കറിയില്ല ഒരു വ്യക്തിയുടെ ഒരു ഫീച്ചർ ഞാൻ വായിക്കാനിടയായി. അദ്ദേഹത്തിന് കാല് രണ്ടും മുടന്തുള്ള വ്യക്തിയാണ്. ഹാൻഡികാപ്ഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ല കഴിവൊക്കെ ഉണ്ട്. പോകുന്ന ഇന്റർവ്യൂവിലൊക്കെ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വെക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓഫീസിൽ വന്ന് ജോലി ചെയ്യണം. എങ്കിൽ മാത്രമേ ജോലിയുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അത് സാധ്യമല്ല. വീട്ടിലിരുന്ന് ചെയ്തോളാന്ന് ചോദിച്ചു നോക്കി. പക്ഷെ സമ്മതിക്കില്ല. പക്ഷെ കൊറോണ വന്ന സമയത്ത് ഈ പറഞ്ഞ കമ്പനികളിലെ സിഇഒസ് തന്നെ പറഞ്ഞു, "നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വേണ്ടുന്നതൊക്കെ അങ്ങോട്ട് അയച്ചു തരാം. നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി." അപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. മാറ്റത്തിന്റെ ഭാഗമാകാൻ നിർബന്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പ്രപഞ്ചം അങ്ങനെ തന്നെയാണ്. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ വികാരങ്ങളിലൂടെയും നമ്മൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക. പ്രപഞ്ചത്തോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അവിടെ നിന്ന് നമുക്ക് പറയുവാൻ കഴിയും ഒരു മനുഷ്യജീവി എന്ന നിലയിൽ നമ്മൾ പ്രപഞ്ചം നമുക്കെപ്പോഴും സൗഹാർദ്ദപരമായിട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിലെ മാറ്റം പോലും വളരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ഇപ്പൊ ചാനലിലൊരു വാർത്ത കേൾക്കുകയാണ്. യൂട്യൂബ് ചാനലുകളിലൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്ക് ടെൻഷൻ തുടങ്ങും. അല്ലെങ്കിൽ വാട്സപ്പിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുന്നു. അപ്പോഴേക്കും നമുക്ക് ടെൻഷൻ തുടങ്ങും. അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ മാറ്റത്തിന്റെ ഭാഗമാകുമ്പോഴോ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നേരത്തെ ഏകദേശം 250 പേരെ മാത്രമേ നമുക്ക് വാട്സപ്പിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ എനിക്ക് തോന്നുന്നു 1000 പ്ലസ് ആളുകളെ നമുക്ക് മെമ്പേഴ്സിനെ നമുക്കൊരു ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്യിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 1000 പ്ലസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും മാറ്റത്തിന്റെ ഭാഗമായി വരുമ്പോൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. നമ്മൾ മാറ്റത്തിന്റെ ഭാഗമാവുക. എപ്പോഴും പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. നമ്മളെ നല്ല രീതിയിൽ നയിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ നിലകൊള്ളുന്നത്. അല്ലെ? ഇവിടെ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും പ്രാണവായു ഒരുപോലെ തന്നെയാണ് പ്രപഞ്ചം കൊടുത്തിട്ടുള്ളത്. വിശ്വാസി നല്ല രീതിയിൽ ശ്വസിച്ചോട്ടെ, അവിശ്വാസി നല്ല രീതിയിൽ വലിച്ചെടുത്തോട്ടെ എന്നൊരിക്കലും പ്രപഞ്ചം ചിന്തിക്കുന്നതേയില്ല. എല്ലാവർക്കും തുല്യമായിട്ട് തന്നെയാണ് എല്ലാം പ്രപഞ്ചം നൽകിയിട്ടുള്ളത്. അപ്പം വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് പ്രപഞ്ചം നമ്മുടെ കൂടെ നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന സിസ്റ്റത്തിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെ? നമ്മളിപ്പോ ആസ് എ ഡോക്ടർ, ആസ് എ എഞ്ചിനീയർ, ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ, ആസ് എ സ്റ്റുഡന്റ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് കഴിയണം. എങ്ങനെ മാറ്റം വരുത്തുവാൻ കഴിയും? ഇപ്പം 300 വർഷം മുൻപ്, 500 വർഷം മുൻപ്, 1000 വർഷം മുൻപ് വന്ന ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് ഈ സിസ്റ്റം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ ലോകത്തിന് എനിക്ക് ഈ സിസ്റ്റം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും? എനിക്ക് ഈ പ്രപഞ്ചത്തിന് കൊടുക്കുവാൻ കഴിയുന്ന സംഭാവന എന്താണ്? നമ്മളിപ്പോൾ ഏഹ് ഹോമിയോപ്പതിയുടെ ആചാര്യനായിട്ടുള്ള ഹാനിമാൻ അദ്ദേഹത്തിന്റെ എന്താ പറയാ ബർത്ത്ഡേ ആഘോഷിക്കുകയുണ്ടായി, സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കോട്ടാണ് ഞാൻ എന്റെ ജീവിതം ഒരിക്കലും വ്യർത്ഥമാക്കിയിട്ടില്ല. ഒരിക്കലും അന്യമാക്കിയിട്ടില്ല. ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കുകയുണ്ടായി. ലോകത്തിന് കൊടുക്കേണ്ടുന്ന സംഭാവന ഞാൻ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം പോവുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിന് വേണ്ടുന്ന ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള സംഭാവന കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ള പർപ്പസ് ഉണ്ടെങ്കിൽ, ആ പർപ്പസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോവുകയുള്ളൂ എന്നുള്ളതാണ് മഹത്തായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരിക. ആ സിസ്റ്റത്തിൽ നിലനിന്നുകൊണ്ട്
എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. എന്തെനിക്ക് കൊടുക്കുവാൻ കഴിയും. എന്നിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എൻ്റെ ചുറ്റുപാട് മാറും. എൻ്റെ ചുറ്റുപാടിന് മാറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ ചുറ്റുപാടുകൾ മാറും. വീണ്ടും അവരുടെ ചുറ്റുപാടുകൾ മാറും. അങ്ങനെ നമ്മുടെ നാട്ടിന് മാറ്റമുണ്ടാകും. നമ്മുടെ രാജ്യത്തിന് മാറ്റമുണ്ടാകും. രാജ്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതിലൂടെ ലോകത്തിന് തന്നെ മാറ്റമുണ്ടാകും. ഈ അടുത്തിടയ്ക്ക് ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ചേട്ടാ ഇതുപോലെ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, സ്കോപ്പ് എന്ന് പറയുന്നത് നീയാണ്. ആ ഒരു കോഴ്സ് നീ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നീയാണ്. നീയാണ് ആ സ്കോപ്പ് സൃഷ്ടിക്കേണ്ടത്. അല്ലാതെ ഇപ്പോ സ്കോപ്പുള്ള ഏതെങ്കിലും കോഴ്സിൽ നീ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അതിന്റെ മാറ്റം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷം മുൻപുള്ള അവസ്ഥയല്ല ഇപ്പോഴത്തെ 50 വർഷത്തിന് ശേഷം. നമ്മൾ പറയാറുണ്ട്, കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇന്ന് പറക്കും ടാക്സിയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഇദ്ദേഹം 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം അതിലൊരു സാലറി കണ്ടുകൊണ്ട് 4-5 വർഷം പഠിക്കുന്നു. ആ 4-5 വർഷം കഴിയുമ്പോൾ അത് ഇവിടെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കുന്നത് എന്നെ മണ്ടനാക്കും അല്ലേ? അയാളത് പറഞ്ഞതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുത്തതെന്ന് പറയും. അങ്ങനെയല്ല. ഏത് സിസ്റ്റത്തിലാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് ആവശ്യമുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏത് എഡ്യൂക്കേഷൻ ആണെങ്കിലും. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ഒരു എന്താ പറയാ ഒരു സ്കോപ്പ് ഉണ്ടാക്കുവാൻ കഴിയുന്നത്. ആ സ്കോപ്പിലൂടെ ഒരുപാട് ആളുകളെ ക്യൂർ ചെയ്യുവാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുവാൻ കഴിയും. ഒരുപാട് ആളുകളെ നന്മയിലേക്ക് നയിക്കുവാൻ കഴിയും. നമ്മൾ ആരൊക്കെ ആയിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. അതിലൂടെ ഈ ലോകത്തെ നമുക്ക് മാറ്റുവാൻ കഴിയും. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് കടന്നു വരുന്നു. എന്നും പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്കുള്ള യാത്രയാണ് സംഭവിക്കുന്നത്. രോഗത്തിൽ നിന്ന് നിരന്തരമായിട്ടുള്ള രോഗത്തിലേക്കുള്ള യാത്രയെ നമുക്കവിടെ കാണുവാൻ കഴിയും. ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്കുള്ള വലിയൊരു യാത്രയെ നമുക്കവിടെ കാണുവാൻ കഴിയും. മാറി ചിന്തിക്കുക. നല്ല ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക. നല്ല ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ നമ്മളിലേക്ക് വരും. അല്ലെ? രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ നടന്നാലെന്താ എന്ന് തോന്നിപ്പോവും. 1 മണിക്കൂർ അല്ലെ ജിമ്മിൽ പോയി സ്പെൻഡ് ചെയ്താലെന്താ എന്ന് തോന്നിപ്പോവും. എന്റെ കുടുംബത്തെ എനിക്ക് രക്ഷപ്പെടുത്തണം. അതിലൂടെ കുറെ ആളുകളെ എനിക്ക് ജീവിതത്തിൽ ഉയർത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ സമ്പത്തിന്റേതായിട്ടുള്ള ആശയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. ഇനി ബന്ധങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ. ബന്ധങ്ങൾ ഇന്ന് എന്താ പറയാ ഒരു കുപ്പി ഗ്ലാസ് പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുക. അയാൾ എന്ത് നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു നോക്കുക. തീർച്ചയായും അയാളിൽ നിന്ന് ആ നന്മ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അതെങ്ങനെയായാലും 50, 60, 100 മേനിയാ നമ്മളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. പക്ഷെ അത് വേറൊരാളിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് നിന്നായിരിക്കാം നമ്മളിലേക്ക് വരുന്നത്. ഇനി മറ്റുള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അല്ലേ? മറ്റുള്ളവർ നമ്മളെ എപ്പോഴും അംഗീകരിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മളെപ്പോഴും നെറ്റിയിൽ ഒരു ലേബൽ പോലെ പതിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കാണാൻ കഴിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഉള്ളിൽ ആ ഒരു ലേബൽ ഉണ്ട്. എന്നെ എല്ലാവരും ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ അംഗീകാരം നമ്മൾ അങ്ങോട്ട് കൊടുത്തു നോക്കൂ. ആസ് എ പേഴ്സൺ, അല്ലെ? ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ആ പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ളവർ എന്നെ ഏത് രീതിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം മറ്റുള്ളവർ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാനത് ആ പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിൽ തന്നെ മാറ്റമുണ്ടാകും. എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി എത്ര സുന്ദരമായി പോകും എന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലെ? അപ്പൊ അങ്ങനെ തന്നെ എല്ലാവർക്കും നമ്മുടെ ചിന്തകൾ മാറ്റുന്നതിലൂടെ, നമ്മുടെ വികാരങ്ങൾ മാറ്റുന്നതിലൂടെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിലെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ ഉദാഹരണം സുജാത, അവരുടെ ജീവിതം മാറ്റിമറിച്ചതുപോലെ തന്നെ അവരുടെ ബന്ധങ്ങൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചതുപോലെ, അവൾ അതിൽ വിജയിച്ചതുപോലെ എല്ലാ ലക്ഷ്യങ്ങളിലും, എല്ലാ ബന്ധങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഡോക്ടേഴ്സ്. കഴിഞ്ഞോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്ത ക്ലാസ് നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ഇനി കുറച്ച് അഭിപ്രായങ്ങളും ചർച്ചയിലേക്ക് പോവാം അല്ലേ? ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് വളരെ നല്ലൊരു കഥയിലൂടെ നല്ലൊരു തീമാണ് ഷാരൂർ രാജൻ നമുക്ക് വേണ്ടി പങ്കുവച്ചത്. എനിക്കത് കേട്ടുകൊണ്ടിരുന്നപ്പം മഹാകവി ഉള്ളൂരിന്റെ 2 വരികളാണ് ഓർമ്മ വന്നത്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ.
അതെ, കറക്റ്റ്. അപ്പൊ നമുക്ക് സ്വർഗവും നരകവും ഒക്കെ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെ. നമ്മൾ മാറിയാൽ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാം അല്ലേ? അപ്പൊ ഉള്ളൂരിന്റെ തീർച്ചയായിട്ടും. വരികൾ അന്വർത്ഥമാവുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു ഇന്ന് ഷാലു രാജൻ നമുക്ക് വേണ്ടി പങ്കുവച്ചത്. അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചുള്ള സംശയങ്ങളോ ചോദിക്കാനുള്ള സമയമാണ്. ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. എന്തായാലും ചോദിക്കാണ്ടേ പറയാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം. ഞാൻ ആ ഹോമിയോപ്പതിയെ കണക്ട് ചെയ്ത 2 കേസുകൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കൂടി വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ആ 2 പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു പ്രശ്നങ്ങളെ കുറിച്ച്. ഇപ്പൊ ഷൈല മാഡത്തിനോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഒരു ഇതില് എന്താണ് തോന്നുന്നതെന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഷാലുരാജൻ തന്നെ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്തോട്ട് റെഫർ ചെയ്തതാണോ? അതെ, അതെ. എവിടെയാണ്? ട്രിവാൻഡ്രത്തോ? കൊല്ലത്തുള്ള. കൊല്ലത്താണ്. ആ ശരി. അപ്പൊ ഇപ്പൊ അല്ല, വേറൊന്നുമല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, ഓരോ മനുഷ്യരുടെ ആ മനസ്സിന്റെ ആ ഒരു ചിന്തകളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പൊ മരുന്ന് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ ട്രീറ്റ്മെന്റിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലേ? അതിൽ നിന്ന് നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്മെന്റ് എന്നൊക്കെ പറയുവാൻ കഴിയും. അപ്പൊ അതിലൂടെ അവരെ ക്യൂർ ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മരുന്ന് ഇന്ന രോഗത്തിനൊരു മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, എന്നാൽ മാനസികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിനെയാണ് ഞാൻ അവിടെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചത്. വിട്ടുമാറാത്ത പ്രശ്നങ്ങളൊക്കെ കൂടുതലും മനസ്സിൽ നിന്നാണല്ലോ എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നതാണ് ഹോമിയോപ്പതി കൺസെപ്റ്റ്. അതെ. അത് ആ കുട്ടി കുറച്ചൊരു എക്സ്ട്രീംലി ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഫസ്റ്റ് കേസ് അല്ലേ? അതെ. അപ്പൊ ഇനി ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. മറ്റു ഡോക്ടേഴ്സ് ഒക്കെ എന്തെങ്കിലും അവരവരുടെ അഭിപ്രായങ്ങളും കൂട്ടിച്ചേർക്കലുകളും സംശയങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 മിനിറ്റ് 12 മിനിറ്റ് ഉണ്ട്. സമയം കഴിഞ്ഞ് അവസാനം ആവുമ്പോൾ കൂടുതൽ പേര് വന്നാൽ നമുക്ക് സമയം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. നേരത്തെ ഒന്ന് എല്ലാവരും പങ്കെടുത്താൽ കൊള്ളാം ചർച്ചയില്. ഷാലുരാജൻ കൊല്ലത്താണോ താമസിക്കുന്നത്? അതെ, അതെ, കൊല്ലം കുണ്ട്രയാണ്. അല്ല, ഇപ്പോൾ അബുദാബിയിലാണ് കേട്ടോ. അബുദാബിയിലാണ്. അതെ, കൊല്ലം കുണ്ടറയാണോ വീട്? അതെ. കുണ്ടറ എവിടെ? കുണ്ടറ പ്രോപ്പറോ? പെരുമ്പഴ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ധാരാളം. ആ, ഓക്കെ, അവിടെയാണ്. പെരുമ്പുഴ. പെരുമ്പുഴ. മാഡം എവിടെയാണ്? ഞാന് കല്ലുവാതുക്കലാണ്. ആ, ഞാന് ട്രിവാൻഡ്രം ബോർഡർ അതല്ലേ? ആണെങ്കിലും കല്ലുവാതുക്കൽ ഞാൻ എപ്പോഴും അവിടെ ഇതാണ് കുണ്ടറ വഴി കല്ലട, കുണ്ടറ വഴി അഞ്ചാലുമൂട് ഒക്കെ പാറും എപ്പോഴും. പെരുമ്പുഴ വഴി ആ, കൊട്ടിയത്തി അതുവഴിയാണ്. ആ കുട്ടിയം കണ്ണന കുട്ടിയം കണ്ണല്ലൂർ വഴി. ആ, ആ കണ്ണനല്ലൂർ വഴി എപ്പോഴും മാസത്തിൽ ഒരു തവണയെങ്കിലും എന്തായാലും ട്രാവൽ ചെയ്യാറ്. ഓക്കെ, ഓക്കെ. ആ, ശ്രീധരക്കുറുപ്പ് സാർ ഉണ്ടല്ലോ നമ്മുടെ. ശ്രീധരക്കുറുപ്പ് സാർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലേ. ഷഫീഖ് ഡോക്ടർ, ശ്രീധരക്കുറുപ്പ് സാറ്, ധനേഷ് ഡോക്ടർ, സലീം കുമാർ ഡോക്ടർ ഒക്കെ ഉണ്ടല്ലോ. ശ്രീധരക്കുറുപ്പ് സാറ് ശ്രീധരക്കുറുപ്പ് സാറിനെ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഷഫീഖ് ഡോക്ടർ ഇല്ലേ? ഷഫീഖ് ഡോക്ടർ കോഹോസ്റ്റ് ആണേ. ഷഫീഖ് ഡോക്ടറെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. സലീം കുമാർ ഡോക്ടർ,
സലീം കുമാർ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സൈക്കോളജിസ്റ്റ് പ്രശോഭനൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഇത് ഡോക്ടറുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ സാറ് പിന്നെ ശാലു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലായി. എനിക്കൊരു അനുഭവമുണ്ട്. ഈ കോവിഡ് സമയത്ത് എൻ്റെ ഒരു ചേച്ചിയുടെ മോള് കോവിഡിനെ പറ്റി ഭയങ്കര ഭയമായിരുന്നു. അത് കണിച്ചുരങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. 42 വയസ്സുണ്ട്, ഒരു കുട്ടിയുണ്ട്. പക്ഷെ ആൾക്ക് ഭയങ്കര ഭയമായിരുന്നു. കോവിഡ് വന്നപ്പോൾ മുതലേ ഇത് എനിക്ക് വരുമോ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുണ്ട്, ഹസ്ബൻഡ് ഗൾഫിലാണ്, എനിക്ക് ഈ അസുഖം വന്നാൽ ഞാൻ മരിച്ചുപോയ എൻ്റെ അമ്മയും കുട്ടിയെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഭയമായിരുന്നു. അത് കാരണം അവൾ അതുവരെയും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിരുന്നെങ്കിലും അതുവരെ വണ്ടി എടുക്കില്ലായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. ആളെല്ലാത്തിനും പേടിയായിരുന്നു. അവസാനം കോവിഡ് വന്നു കഴിഞ്ഞ് ബസ്സൊക്കെ കയറാൻ പറ്റാത്ത അവസ്ഥയായി, സ്കൂളിൽ പോവുകയും ചെയ്യണം. ആ കണ്ടീഷനിൽ അവൾ അവസാനം എന്തായാലും രണ്ടും കൽപ്പിച്ച് കാർ എടുത്ത് സ്കൂളിൽ പോകാൻ തുടങ്ങി. അതുവരെ സ്കൂളിൽ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കോവിഡിനെ പേടിച്ചിട്ട് ബസ്സൊക്കെ കയറാതായി. പിന്നെ അവസാനം കാർ എടുത്ത് തന്നെ ധൈര്യം സംഭരിച്ച് പിന്നെ അസുഖം വരുമെന്നുള്ള ഭയത്താൽ കാറെടുത്ത് കണിച്ചുകുളങ്ങര സ്കൂളിൽ പോയി വന്നിട്ടിരുന്നു. അവസാനം അവളുടെ വീടിന്റെ ചുറ്റുമുള്ള അടുത്ത വീടുകളിലൊക്കെ കോവിഡ് വന്ന്. അപ്പോൾ ഇവൾക്ക് ഭയം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരുന്നു. അവസാനം കൂടിയ അടുത്ത വീട്ടിലൊരു സ്ത്രീ വന്ന് ഇവരുമായിട്ട് സംസാരിച്ച് പിറ്റേ ദിവസം ആ സ്ത്രീക്ക് കോവിഡ് ആണെന്ന് അറിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം ഇവൾക്ക് കോവിഡ് വന്നു. കോവിഡ് വന്നു കഴിഞ്ഞിട്ട് അവള് ചേർത്തല KBM എന്ന പ്രശസ്തമായ ഹോസ്പിറ്റലാണ്, അവിടെ അഡ്മിറ്റ് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പം അവളുടെ കണ്ടീഷൻ കുറച്ച് മോശമാണെന്ന് പറഞ്ഞു. ഭയങ്കര കോവിഡിന്റെ ഏറ്റവും തീക്ഷ്ണമായ സമയത്തായിരുന്നു. അപ്പൊ അവസാനം അവര് പറഞ്ഞ്, ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ അപ്പോൾ ഉള്ളത് എറണാകുളം ലേക്ക് ഷോറാണ്, പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ എന്ന് പറയാവുന്ന രീതിയിലുള്ളത് എറണാകുളം ലേക്ക് ഷോറാണ്. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒറ്റ ബെഡും ഇല്ല, ഒരാളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ മിനിസ്റ്റേഴ്സ് മുതൽ ഓരോരുത്തരും ഇങ്ങനെ ബുക്ക് ചെയ്തും അല്ലാതെയൊക്കെ വെച്ചിരിക്കുക, ബെഡില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ബന്ധു അവിടുത്തെ PRO ആയിരുന്നു. ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു ബെഡ് സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഞങ്ങള് ഇവളെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവള് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, പ്രശോഭൻ ചേട്ടാ എന്നെ അങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ മരിച്ചു പോവുകയുള്ളെന്ന് പറഞ്ഞു. ഇവൾക്ക് നടക്കാൻ പറ്റാത്ത കണ്ടീഷനില്ല. പിന്നെ ഞങ്ങളത് നിവൃത്തിയില്ല. ഹോസ്പിറ്റലുകാർ ഈ KBM ഇനി നോക്കില്ലെന്ന് പറഞ്ഞു. വേറെ ചെറിയ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയി അത് അവർ വിടില്ല, ഹസ്ബൻഡ് ഗൾഫിലാണ്. പിന്നെ അപ്പൊ അത് കാരണം പിന്നെ ഞങ്ങള് ഈ ഹോസ്പിറ്റലിൽ ഇവള് പറഞ്ഞു, ഫോൺ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കണക്കാക്കില്ല. അപ്പൊ ആളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇവൾ എന്നെ വിളിച്ചു, പ്രശോഭൻ ചേട്ടാ. അപ്പൊ അവൾക്ക് വിളിക്കാവുന്ന ഒരാൾ ഞാനായിരുന്നുള്ളത്. അപ്പം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുതും, പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അവസാനം ഇവള് ഭയങ്കര കരച്ചിലായി. കരച്ചിലായപ്പോ ഞാൻ KBM ഇല്ല സൈക്കോളജിസ്റ്റിനെ വിളിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു, മാഡം ഇങ്ങനെയാണ് ആ കുട്ടി പറയണത്, അവൾക്ക് പോകാൻ താല്പര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവര് പറഞ്ഞു, ഹോസ്പിറ്റലുകാർ പറഞ്ഞ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പറഞ്ഞ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവളുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അത് ശരിയാക്കാമെന്ന് പറഞ്ഞ് അവര് അന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി ഇവളുമായിട്ട് സംസാരിച്ച് അവസാനം അവളുടെ ആ ഡോക്ടറുടെ സംസാരത്തിൽ അവൾ അവസാനം സമ്മതിച്ചെങ്കിലും ആംബുലൻസ് കയറാൻ നേരത്ത് 3ാമത് ഇവൾ എന്നെ വിളിച്ചു, പ്രശോഭൻ ചേട്ടാ എന്നെ അവിടെ ലേക്ക് ഷോറിൽ കൊണ്ടുപോകണ്ട, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇത് ആംബുലൻസ് ഒക്കെ വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ അഡ്മിറ്റ് ചെയ്തു, ICUയിൽ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ICUയിൽ കിടന്ന് രക്ഷയില്ല, വെന്റിലേറ്ററിലാണ്, അവൾക്ക് ബ്രെയിനൊക്കെ വീക്കായി തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോഴും അവള് ഈ ഫോൺ കയ്യിലുണ്ട്, ആ വെന്റിലേറ്റർ കയറ്റുന്നവരെ അവളിങ്ങനെ മെസ്സേജ് അയച്ചിട്ടിരുന്നു, ഞാൻ മരിച്ചുപോയി, എൻ്റെ കുട്ടിയെ നോക്കാൻ ആരുമില്ല, ഒരു പെൺകുട്ടിയാണുള്ളൂ, 10 വയസ്സുള്ള പ്രായമായ അമ്മയാണ്.
അപ്പൊ അവരെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. സംസാരിക്കാൻ പറ്റില്ല. ഫോൺ അവസാനം അവർ വെന്റിലേറ്റർ കയറ്റി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫോൺ കണക്ഷൻ ഒന്നും ഇല്ലാതായി. ലാസ്റ്റ് നിമിഷം 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. അവസാനം ഹോസ്പിറ്റലുകാർ പറഞ്ഞു ആള് രക്ഷയില്ല, ബ്രെയിൻ ഏകദേശം പോയി കഴിഞ്ഞു, ഇനി റിക്കവറി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, എന്ത് ചെയ്യണം, വെന്റിലേറ്റർ മാറ്റണമെന്ന് ചോദിച്ചു. പിന്നെ ഹസ്ബൻഡൊക്കെ വന്നു. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നു. ഹസ്ബൻഡ് പോയി വെന്റിലേറ്ററിൽ ഇത് കിടക്കുന്ന കാണിച്ചു കൊടുത്തു. അവളുടെ ബ്രദർ വിദേശത്തായിരുന്നു, ബ്രദറും വന്നു. രണ്ടുപേരും വന്ന് കണ്ടു. പിന്നെ അവർക്കൊക്കെ ബോധ്യപ്പെട്ടു കണ്ടീഷൻ ഇതാണ്. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഫാമിലി കുറെ വേറെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ലേക്ക് ഷോറിലെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവരെല്ലാം ഇതേ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞ് ഇനിയും നിവൃത്തിയില്ല എന്ന്. പിന്നെ അവസാനം ഇവര് ബ്രദറും ഹസ്ബൻഡും കൂടെ സമ്മതിച്ച് വെന്റിലേറ്ററും നീക്കി ഒരു 5 മണിക്കൂറോളം അവളുടെ ഹാർട്ട് നിൽക്കണില്ലായിരുന്നു. ആള് ബ്രെയിൻ പോയി കഴിഞ്ഞു, ഹാർട്ട് നിൽക്കാതെ. പക്ഷെ ഹാർട്ട് നിൽക്കാതെ ഇവർക്ക് ഡെത്ത് റിപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെ 5 മണിക്കൂറോളം ഹാർട്ട് നിൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ആള് മരിക്കുകയും ചെയ്തു ലേക്ക് ഷോറിൽ കിടന്നു. പക്ഷെ ഈ മനസ്സിന്റെ ഡോക്ടറെ അത് ആ മനസ്സിന്റെ തുടക്കം ഭയം തന്നെ അവരുടെ ലൈഫ് അവിടെ ക്രിയേറ്റ് ചെയ്തതല്ലേ. ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്റെ മകൾക്ക് ആരുണ്ട്, എന്റെ ഹസ്ബൻഡിന് ആരുണ്ട് എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞു. അത് അവസാനം അതുപോലെ ആ ഒരു ജേണി അല്ലേ അവിടെ സംഭവിച്ചത്, അല്ലേ? അങ്ങനെ അവര് തന്നെ തുടക്കത്തിലേ സംഭവിച്ചത്. പറഞ്ഞത് തന്നെയാണ്, അല്ലേ? അല്ല, പിന്നെ രോഗം വന്നു ഷാനി കഴിഞ്ഞാൽ രാജ് പറഞ്ഞത് അതുപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. രോഗം വന്നു അവളുടെ മനസ്സ്, കഴിഞ്ഞാല് ഈ രോഗം വന്നു അവൾക്കൊരു കഴിഞ്ഞാൽ എന്റെ പക്ഷെ ഹസ്ബൻഡിന് ആരുണ്ടാവും, എന്റെ മകൾക്ക് ഇനി ആരുണ്ടാകും? അത് അവര് രോഗം വന്നിട്ടില്ല, അതിന് മുൻപേ അവരത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവരുടെ ലൈഫ് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി എന്താണ് വേണ്ടെന്നുള്ളത് അവർ ക്രിയേറ്റ് ചെയ്ത് അവസാനം ആ ഒരു പാതയിൽ കൂടിയല്ലേ അത് പോയത്, ഡോക്ടർ പറഞ്ഞു വന്നപ്പോ. അതെ അല്ലേ? അതെ അങ്ങനെ തന്നെയാണ് പോയത്. അവളുടെ കോവർക്കേഴ്സിന് വരെ അവൾ പറഞ്ഞിരുന്നു, എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും കുട്ടിയും അനാഥയാകും, എനിക്ക് അത് കാരണം എനിക്ക് കോവിഡ് വരല്ലേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കേണ്ടെന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ മരണശേഷം അവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പങ്കുവച്ചിരുന്നു. ഇവളിങ്ങനെ എപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോഴാ ഈ ഇന്നത്തെ ക്ലാസ് അന്വർത്ഥമാക്കുന്ന കഥ. അതെ അതെ, വളരെ അത് തന്നെ കറക്റ്റാണ്. അത് അനർത്ഥമാക്കുന്ന കഥ തന്നെയായിട്ട് എനിക്കത് തോന്നി, അല്ലെ സംഭവകഥയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്, അത് അല്ലെ? ഇതിൽ കൂടി സംഭവിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അവരുടെ അതെ 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 മുൻപിലോട്ടുള്ള അവരുടെ ആ ഒരു ഡെത്ത് അവർ മുമ്പിൽ കണ്ടിട്ടാണല്ലോ അത് പറയുന്നത്. അതെ അതെ എന്റെ അതെ മകൾക്ക് ആരുണ്ടാവും, ഭർത്താവിന് ആരുണ്ടാവും എന്ന് പറയുന്നത് അവരുടെ അങ്ങനെ ഇനി പറഞ്ഞു ഉള്ളത് പറഞ്ഞു അങ്ങനെ എന്താണെന്ന് അവർ ആക്കി. ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പറഞ്ഞു കോവിഡ് കോവിഡ് വരുന്നതിന് തന്നെ മുമ്പ് തന്നെ കുട്ടിയുടെ ധാരണ അങ്ങനെയായിരുന്നു, കോവിഡ് വന്നാൽ ഞാൻ രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് ബസ്സിൽ കയറി പോകാൻ പോലും ഭയമായിരുന്നു ഈ കുട്ടിക്ക്. അതുവരെ കാർ എടുക്കാതിരുന്ന കുട്ടി അവസാനം കാറിൽ പോകാൻ തുടങ്ങി, ബസ്സിൽ കയറുന്ന ഭയം കൊണ്ട്. അത്രയ്ക്ക് അല്ല ഡോക്ടറെ, ഞാൻ ഡോക്ടർ അനിൽകുമാറാണ്. അതെ ഇപ്പോഴും ഈ കോവിഡ് ഇല്ലേ? ഇപ്പം കോവിഡ് ഉണ്ട്, എല്ലാവരും പക്ഷെ നമുക്ക് ഭയപ്പെടും. ആർക്കും പേടിയുണ്ടോ? ആർക്കും അല്ല, പേടിയില്ല. ഇപ്പൊ കോവിഡ് ആരെങ്കിലും ചെക്ക് എന്നവിടെ ചെയ്യാറുണ്ടോ കാണട്ടെ, ഡോക്ടറെ? നമ്മൾ നെഞ്ചുവിരിച്ച് നിൽക്കും. അല്ല, ഇപ്പൊ ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ഇപ്പം ആരും ചെക്ക് ചെയ്യുന്നില്ല. ചെക്കിയൊക്കെ ഇല്ലല്ലോ. RT-PCR ചെയ്യാറുണ്ടോ? ഒന്നുമില്ല. അന്ന് ക്രിയേറ്റ് ചെയ്ത ഭയം അതെ, എത്ര മനുഷ്യരെ കൊന്നു. എത്ര എത്ര മനുഷ്യരെ മനുഷ്യരെ കൊന്നു കൊന്നു. ചിന്തിക്കുക. കോവിഡ് വന്നിട്ടല്ല മരിച്ചത്. കൂടുതൽ ആൾക്കാർ മരിച്ചതാ കോവിഡ് ഭയം. വന്നിട്ടല്ല, പിന്നെ കോവിഡ് വരുമോ എന്ന് മരുന്നില്ലാത്തവർ ഭയന്നിട്ടാണ് മരിച്ചത്. ചികിത്സിച്ചു. മരുന്നില്ല എന്ന് പറയുന്ന അവർ ചികിത്സിക്കുന്നു. അതെ, ഓക്കെ. അത് മാത്രമല്ല, RCCയിലെ ഡോക്ടർമാര് പലരും ക്യാൻസർ വന്ന് മരിക്കുന്നത് ദൃഷ്ടാന്തങ്ങളായിട്ട് നമുക്കുണ്ട്. അതെന്താണ് എന്നുള്ളത് വെച്ചാൽ ഡോക്ടർമാര് പോലും മാനസികമായിട്ട് അതെ, അവരിങ്ങനെ ഭയപ്പെടുന്നു. സ്ഥിരം ക്യാൻസർ രോഗികളെ ട്രീറ്റ് ചെയ്യുമ്പം നമുക്കിത് വരും അവസാനം അവർക്ക് അത് ക്യാൻസർ വന്നു വിളിച്ചു തന്നെയാണ് അവർ വരുത്തി. മരിക്കുന്നത്. വിളിച്ചു വരുത്തി. അതെ, എത്രയോ അതെ. ക്യാൻസർ കേസിനുണ്ട്, എല്ലായിടത്തും രക്ഷപ്പെടുന്നത്. അവസാനം വരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ രാവിലെ നമ്മൾ വളരെ പ്രസന്നവദനായിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു. അപ്പൊ ഓഫീസിലുള്ള 10 പേര് ചേർന്ന് വിചാരിക്കുകയാണ് ഇന്ന് അവരെ ഒന്ന് പ്രാങ്ക് ചെയ്യുക. അപ്പൊ ഈ വരുന്ന ഓരോരുത്തരും ഇയാളെ കണ്ടു പറയുകയാണ്, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഇയാൾ വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നും ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ആളും കണ്ടിട്ട് എന്താ മുഖം വല്ലാതിരിക്കുന്നേ? മൂന്നാമത്തെ ആളും കണ്ടിട്ട് എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അപ്പോഴത്തേക്ക് ഇയാൾക്ക് ടെൻഷൻ ആവും, എന്തോ ഉണ്ടല്ലോ എനിക്ക്, അല്ലേ? 10ാമത്തെ ആളെ പറയുമ്പോഴത്തേക്ക് അയാൾ ഒരു അസുഖം അയാളുടെ ജീവിതത്തിൽ വരുത്തി വെച്ചിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ രോഗികളും അങ്ങനെയാണ്, ഭയം. അതെ. ഇവിടെ അവസാനം പോകുന്നു, ചെക്ക് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, അത് ഓടെ ഏറ്റവും അഡ്വാൻസ് കൊടുക്കുന്നു, സംഭവിക്കുന്ന ആൾ മരിച്ചു പോകുന്നു. ഓക്കെ അനിൽകുമാർ ഡോക്ടറെ, നമ്മുടെ സമയം എന്തായാലും ചർച്ച അവസാനം ഇപ്പൊ സജീവമായി. അപ്പോഴേക്കും നമ്മളെ സമയവും കഴിഞ്ഞു.
നമുക്കിനി ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. സലീം കുമാർ ഡോക്ടറെ ക്ഷണിക്കുകയാണ് ഇതിന് നന്ദി പറയുന്നതിന്. സലീം കുമാർ ഡോക്ടർ ഉണ്ടോ? ഞാൻ ബ്രദറിന്റെ കൂടെ ഞാനൊരു ഹോസ്പിറ്റലില് വൈസ് സ്റ്റാൻഡേർഡ് ഡ്യൂട്ടിയിലാണ്. ആണോ? അത് ശരി. നന്ദി പറയാൻ പറ്റുമോ? അല്ല, നന്ദി പറയാം. ഡിഫറെന്റ് ആയ സബ്ജക്റ്റ് ആണ്. എന്നാൽ പുതിയതല്ലെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഡോക്ടർമാരെ നല്ല രീതിയിലേക്ക് ഒരു റൈറ്റ് ഹോമിയോപ്പതിയിലേക്കുള്ള റൈറ്റ് പാത്താണ്. ഏതായാലും അങ്ങനെ ഒരു വിഷയത്തെ കൊണ്ടുവന്ന ഇത്തരം വിഷയങ്ങളുമായി ഇനിയും ഷാലുരാജൻ വരും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് IFPHന്റെ പേരിൽ ഞാൻ ഷാലുരാജന് നന്ദി പറയുന്നു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. സലീം കുമാർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോ അത് ആ ക്ലാസ്സിന്റെ അവസാനമായപ്പോ ചർച്ചയിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തു, ഡോക്ടേഴ്സ് എല്ലാം. അതിലും വളരെ സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എടുത്ത മിസ്റ്റർ ഷാലുരാജന് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ഇന്ന് പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ 1697 ദിവസം മലയാള വെബിനാറിലൂടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഓൾ.